വർഷങ്ങൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. കാളികാവിലെ നരഭോജിക്കടുവ കേരള എസ്റ്റേറ്റിലെന്ന നിഗമനത്തിൽ വനം വകുപ്പ്. കേരള എസ്റ്റേറ്റിനടുത്തുള്ള മദാരിക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കാൽപ്പാടുകൾ കണ്ടെത്തി. കേരള എസ്റ്റേറ്റ് മേഖലയിൽ RRT സംഘം തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന തുടങ്ങി. മദാരിക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലൂടെ കടുവ നീങ്ങിയതായി തെളിവുകൾ ലഭിച്ചു. കടുവയെ നിരീക്ഷിക്കുന്നതിനായി 50 ക്യാമറയും 3 കൂടുകളുമാണ് സ്ഥാപിച്ചിരുന്നത്. അധികമായി 5 ലൈവ് സ്ട്രീം ക്യാമറകളും കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചിരുന്നു. ഈ മാസം 15-നാണ് കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ കല്ലാമൂല പാലത്തിങ്ങലിലെ കളപ്പറമ്പിൽ ഗഫൂർ അലിയെ കടുവ ആക്രമിച്ച് കൊന്നു തിന്നത്. സുഹൃത്തായ അബ്ദുൾ സമദ് കണ്ടുനിൽക്കെയാണ് കടുവ ഗഫൂറിനുമേൽ ചാടി വീണ് കഴുത്തിനു പിന്നിൽ കടിച്ചു വീഴ്ത്തി വലിച്ചിഴച്ചു കൊണ്ടുപോയത്. സംഭവത്തിന് പിന്നാലെ കടുവയ്ക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ് വനംവകുപ്പ്. 20 അംഗങ്ങൾ വീതമുള്ള 3 RRT സംഘങ്ങളായാണ് തെരച്ചിൽ. ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും ഡ്രോണുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് വനംവകുപ്പ് തുടരുന്നത്. കടുവ കേരള എസ്റ്റേറ്റ് ഭാഗം വിട്ട് മറ്റെവിടെയും പോയിട്ടില്ലെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. ന്യൂസ് ബ്യൂറോ, കാളികാവ്.